മുട്ടിൽ മരമുറി കേസിൽ മുറിച്ചുകടത്തിയ മരങ്ങളിൽ പകുതിക്കും പിഴ നിശ്ചയിക്കാതെ റവന്യൂ വകുപ്പ്. മുട്ടിൽ സൗത്ത് വില്ലേജിലെ റവന്യൂ പട്ടയ ഭൂമികളിൽ നിന്ന് അനധികൃതമായി ഈട്ടിമരങ്ങൾ മുറിച്ചുകടത്തിയെന്ന കേസിലാണ് ഈ അലംഭാവം. 2020 ഒക്ടോബർ 24-ന് അന്നത്തെ റവന്യൂ സെക്രട്ടറി ഇറക്കിയ ഉത്തരവിന്റെ മറവിലായിരുന്നു മുട്ടിൽ സൗത്ത് വില്ലേജിൽ ഈട്ടിമുറി നടന്നത്. അനധികൃത മരമുറിയിൽ സർക്കാരിന് 15 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി കണ്ടെത്തിയിരുന്നു. മരമുറി വിവാദമായതിന് പിന്നാലെ റവന്യൂ സെക്രട്ടറിയുടെ ഉത്തരവ് സർക്കാർ റദ്ദാക്കുകയായിരുന്നു. തുടർന്ന് 2021 ഫെബ്രുവരി 10-ന് KLC പ്രകാരം നടപടികൾ ആരംഭിച്ചെങ്കിലും മരങ്ങൾ മുറിച്ചവരിൽ നിന്ന് ചെറിയ തുക പോലും ഇതുവരെ റവന്യൂ വകുപ്പ് പിഴയായി ഈടാക്കിയിട്ടില്ല. 68 KLC കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പല കേസുകളിലും നടപടികൾ പൂർത്തിയാക്കി 8 കോടിയോളം രൂപ പിഴ നിശ്ചയിച്ചിരുന്നു. എന്നാൽ ബാക്കിയുള്ള കേസുകളിൽ പിഴ നിർണയം അനിശ്ചിതമായി നീളുകയാണ്. കേസിൽ ഉൾപ്പെട്ടവർ എത്ര ഉന്നതരായാലും അവർക്കെതിരെ അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുമെന്നാണ് അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ മരമുറിയുമായി ബന്ധപ്പെട്ട കേസുകളുടെ അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങിയത് പോലുമില്ല. അനധികൃത മരമുറിക്ക് സാഹചര്യം ഒരുക്കി നൽകിയവരെ പ്രതികളാക്കണമെന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെട്ടു. കേസിൽ 2023 ഡിസംബർ 2-ന് പോലീസ് സമർപ്പിച്ച കുറ്റപത്രം ദുർബലമായെന്നും ചിലർ വിലയിരുത്തുന്നു. ഏകദേശം 50 കേസുകളിലാണ് കുറ്റപത്രം സമർപ്പിക്കേണ്ടിയിരുന്നത്. എന്നാൽ മുഴുവൻ കേസുകളിലും കുറ്റപത്ര സമർപ്പണം നടന്നില്ല. കുറ്റപത്രത്തിലെ ന്യൂനതകൾ വിശദീകരിച്ച് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു ADGPക്ക് കത്തെഴുതിയിരുന്നു. ഇതേ തുടർന്ന് വീഡിയോ കോൺഫറൻസിലൂടെ ചർച്ച നടന്നെങ്കിലും ആവശ്യമായ നടപടി ഉണ്ടായില്ല. മരമുറിയുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസുകൾ റദ്ദാക്കുന്നതിന് പ്രതികളിൽ ചിലർ കഴിഞ്ഞ ജൂലൈയിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹർജി ഇതുവരെ തീർപ്പാക്കിയിട്ടുമില്ല.